അസ്സാം വലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോക്ക് വോയിസ് ഓവർ ചെയ്യുന്നത്. അതിൻ്റേതായ മിസ്റ്റേക്സ് ഈ വീഡിയോസിലുണ്ട്. നിങ്ങളെല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കുവൈറ്റിലെ അവന്യൂസിലേക്കാണ് കേട്ടോ. അവന്യൂസിനകത്തുള്ള ഐക്യയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ അവന്യൂസിലേക്ക് എത്തി. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഫ്രണ്ട്സും കൂടി ഉണ്ട്. ഇപ്പോൾ ബേസ്മെൻറ്റിൽ നിന്ന് മേലേക്ക് പോവാണ്. ഞങ്ങൾ ഡയറക്റ്റ്ലി ഐക്യയിലേക്കല്ല പോയത്, H&Mലേക്ക് കയറിയിട്ടാണ് ഐക്യയിലോട്ടേക്ക് പോയത്. അപ്പോൾ അതിൻ്റെയും വീഡിയോസ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ H&Mലേക്ക് എത്തി. അവിടെ സെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അതിനകത്തേക്ക് കയറാണ്. ഞാനിപ്പോൾ എവിടെ പോയാലും ആദ്യം ന്യൂ ബോണിൻ്റെ സെക്ഷനിലാണ് പോവാറ്. എനിക്കൊരു 3 months ആയ ന്യൂ ബോൺ ബേബി ഉണ്ട്. അതുപോലെ മക്കൾ ടോയ്സും സൂപ്പർ ഹീറോസൊക്കെ ഉള്ള സെക്ഷൻ കണ്ട് അവരങ്ങോട്ടേക്ക് ഓടും. അപ്പോൾ ഇപ്പം അവിടെ കണ്ടുകൊണ്ട് അവരങ്ങോട്ടേക്ക് ഓടി. ഇവിടെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. കിഡ്സിൻ്റെ ആയാലും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. ഇത് ബോയ്സിൻ്റെ സെക്ഷനാണ്. കൂടെ മോളും നോക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ കുറച്ച് സൂപ്പർ ഹീറോസിൻ്റെ കട്ടൗട്ട്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൻ അതിൽ കയറിയിട്ട് പോസ് ചെയ്യാണ്, ആംഗ്രി ഫേസൊക്കെ ആക്കിയിട്ട്. ഇത് കണ്ടപ്പോൾ മോക്കും പോസ് ചെയ്യണം. പക്ഷെ അവൾക്ക് അതിലെ കൂടി തലയിടാൻ പറ്റാത്തതുകൊണ്ട് അവൾ സൈഡിലോട്ടായിട്ടാണ് പോസ് ചെയ്യുന്നത്. സ്പൈഡർമാൻ ചെയ്യും പോലെ കൈയോടൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ന്യൂ ബോണിൻ്റെ സെക്ഷനാണ്. ഇവിടെ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സസ് കണ്ടു. കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഇത് ബേബി ബോയ്സിൻ്റെ ആണ്. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് സോഫ്റ്റ് ടോയ് ആണ് കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ് ടോയ്. അതുപോലെ 6 month എബോ ആയിട്ടുള്ള ഒരുപാട് നല്ല ഫ്രോക്സും ഗേൾസിൻ്റെ നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്. ഇതെൻ്റെ മക്കളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഇവിടെയാണ് സൂപ്പർ ഹീറോസിൻ്റെയും അതുപോലെ ഡിസ്നി മൂവി ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഡ്രസ്സസും ആക്സസറീസൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കുന്നുണ്ട്. ഇതിപ്പോൾ മോള് അവൾക്ക് വേണ്ട ഹെയർ ബാൻഡ്സൊക്കെ നോക്കുകയാണ്. അപ്പോൾ അവൾ തന്നെ സെലക്ട് ചെയ്താലേ അവൾ അത് ഇടുള്ളൂ. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് അവൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവൾ തന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. കൂടെ ഒരു സജഷൻ എന്ന പോലെ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇത് വേണോ ഇത് വേണോ എന്നൊക്കെ. മോളിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഹെഡ് ബാൻഡൊക്കെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുള്ളത്. അപ്പോൾ അത് അവൾക്ക് സ്യൂട്ടാവുന്നോന്ന് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നോക്കാണ്. അങ്ങനെ ഞങ്ങൾ H&Mൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ ഐക്യയിലേക്കാണ് പോകുന്നത്. ഇത് ഐക്യയുടെ എൻട്രൻസ് ആണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, IKEA എന്ന് പറയുന്നത് വേൾഡിലെ ലാർജസ്റ്റ് ഫർണിച്ചർ റീറ്റെയിലറാണ്. ഇവിടെ നമുക്ക് ഹോം ഡെക്കോർ, ഫർണിച്ചേഴ്സ്, അതുപോലെ കിച്ചൺ, ഡൈനിങ് വെയേഴ്സ്, നമ്മുടെ ഒരു വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു വലിയൊരു ഷോപ്പാണ് IKEA എന്ന് പറയുന്നത്. ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ക്രോക്കറീസ് ഉണ്ട്. ഇതിനൊക്കെ പ്രൈസ് 1 KD 1.5 KD ഒക്കെ ആണ്. ഈ ഒരു സെക്ഷനിലത്തെ പ്രൈസാണ് കേട്ടോ ഇത്. ഇവിടെ ഇവരുടെ അറേഞ്ച്മെൻറ്റ്സ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അവർ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പം നമ്മുടെ ചെറിയ ഇൻഡോർ പ്ലാന്റ്സ് പോലത്തെയാണ്. പ്ലാസ്റ്റിക് ആണ്, ഷോ പീസാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ നോക്കുന്ന ഇടയിൽ മക്കൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി നോക്കാമെന്ന്. ഇത് IKEAയുടെ തന്നെ റെസ്റ്റോറൻ്റ് ആണ്. അപ്പം നമ്മൾ ഷ്രിമ്പും മന്തിയൊക്കെയാണ് സെലക്ട് ചെയ്തത്. ഇതിൻ്റെ കൂടെ ലെൻറ്റിലിൻ്റെ സൂപ്പ് ഉണ്ടായിരുന്നു, സാലഡും, പിന്നെ മാഷ്ഡ് പൊട്ടേറ്റോ, അതുപോലെ നഗറ്റ്സ്, ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് ഇത് കഴിച്ചിട്ട് ബാക്കി കാണാൻ വേണ്ടിയിട്ട് പോയി. IKEAയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം സെൽഫ് അസംബിൾ ആയിട്ടുള്ള ഫർണിച്ചറാണ്. നമുക്ക് തന്നെ കൊണ്ടുവന്ന് വീട്ടിൽ ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ അവരുടെ ഒരു അറേഞ്ച്മെൻറ്റ്സ് അത് പറയാതെ വയ്യ. അത്രയും സൂപ്പറായിട്ടാണ് അവർ ഓരോ റൂം പോലെയൊക്കെ അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ വന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. ഒരു കുഞ്ഞു റൂം പോലും ഇത്ര സൂപ്പറായിട്ട് സെറ്റ് ചെയ്യാമെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ നമ്മുടെ ഹോം ഡെക്കേഴ്സിൽ ഒരുപാട് സെലക്ഷൻ ഉണ്ട്. ലൈറ്റ്സ് ആയാലും ഡ്രോയിങ്സ് ആയാലും പിന്നെ അതുപോലെ നമ്മുടെ ഫ്രെയിംസ്, കോഡ്സൊക്കെ എഴുതിയ ഫ്രെയിംസൊക്കെ ഒരുപാടെണ്ണം ഉണ്ട്. ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ വളരെ കുറച്ചേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതെനിക്കിഷ്ടമായ ഒരു റൂം സെറ്റിംഗ് ആണ്. ഇതിൽ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് തീം. വൈറ്റ് ഫർണിച്ചർ ഉണ്ട്, അതുപോലെ ബ്ലാക്ക് ഫ്രെയിംസ്, വൈറ്റ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ ബാത്റൂമിനകത്ത് വേണ്ട എല്ലാ ഫിറ്റിങ്സും ഇതിനകത്തുണ്ട്. ഈ ഒരു സ്റ്റാൻഡിന് 11 KD ആണ്.
മോള് ടോയ്സിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ഓരോന്ന് എടുത്ത് നോക്കുകയാണ്. ഒരു ആനക്കുട്ടീനെ എടുത്തിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട്. എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് നോക്കുന്നതാണുള്ളത്. ഐക്യയുടെ അകത്ത് സമയം പോയതേ അറിഞ്ഞില്ല, ഒരുപാട് ലേറ്റായി. അപ്പം നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങിയപ്പം ഒരു ടർക്കിഷ് ഐസ്ക്രീം കൂടി നമ്മൾ ട്രൈ ചെയ്തു. ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.